So, students, we completed diffusion. Do you remember? I told diffusion of, and I gave one work. And work. I told you to differentiate between solids, liquids, and gases depending on all the properties we have already discussed. We already discussed the property which is solid and liquid and gas identify and distinguish. So now what we are going to do is, so solids and the difference include solids, they have fixed shape, fixed size, then fixed volume, whereas liquids, they have fixed volume is fixed but shape is not fixed for liquids. For gases, both the volume and shape are not fixed. The liquids and gases shape, they take the shape of the container. Solids, they have fixed shape. Shape solid. You'll have to tell me at the last. Panchasara crystals shape Panchasara solid ആലോചിച്ചിട്ട് എന്നോട് ഉത്തരം പറയാം. ഉപ്പ് നമ്മൾ ഏത് പാത്രത്തിലിട്ട് വെച്ചാലും ആനയുടെ ഭാഗത്തുള്ള ആനയുടെ ഷേപ്പ് വരും അല്ലേ. കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുപ്പിയുടെ ഷേപ്പ് വരും. ഏതിലാണോ ഇട്ടുന്നത് അതിൻ്റെ ഷേപ്പ് വരും. എന്ന് വെച്ച് സോഡിയം ക്ലോറൈഡും പഞ്ചസാരയും സോളിഡ് അല്ലാതാവോ? ഇല്ല. അപ്പം നോക്കുക എന്തുകൊണ്ടാണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. So solids have fixed shape, whereas the others don't have. Liquids and gases, they take the shape of the container. Solids, they cannot flow, whereas liquids and gases can flow. Solids and liquids have definite volume, but gases do not have definite volume. Solids, they diffuse very slowly, liquids a little bit faster, gases diffuse very fast. ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാണ് അല്ലേ. ഇനി solids solids, the molecules are very closely packed, whereas gases, the solids, the constituent particles are not that closely packed and they can move a little bit, whereas in gases the molecules are very loosely packed. In a solid anengil oru particle ingane irikana verde irikiyano solid il alla. The particles in a solid are vibrating. Verde avada ninnondu ingane vibrate cheyyunnundu. Manasilayilla move cheyanonnum pattilla, പക്ഷേ in that particular position they are vibrating. verde irikiyalla avada ingane അത് നമുക്കേ പറ്റുള്ളൂ അല്ലേ. വെറുതെ ഇങ്ങനെ ഇരിക്കുമല്ല, ദേ ആർ വൈബ്രേറ്റിംഗ് ഇൻ ദർ പൊസിഷൻ. അപ്പോൾ നമ്മൾ ലിറ്റിൽ ബിറ്റ് ഹീറ്റ് കൊടുത്തു എന്നിരിക്കട്ടെ. അപ്പോൾ എന്ത് പറ്റും? സപ്പോസ് യു ആർ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ, വാട്ട് വിൽ ഹാപ്പൻ? അപ്പോൾ കൂടുതൽ ശക്തിയോടെ നമുക്ക് എനർജി കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലേ. മോളിക്യൂൾസ് വേറൊന്നും ചെയ്യാൻ നിർത്തിയില്ല. അപ്പോൾ അതെന്ത് ചെയ്യും? കൂടുതൽ ശക്തിയിൽ അല്ലെ കൂടുതൽ സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്തോടാം. ഇങ്ങനെ സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്ത് ഒരു സ്ഥലത്തെത്തുമ്പം അതെന്ത് പറ്റും? ഇറ്റ് വിൽ എസ്കേപ്പ് ആൻഡ് ഇറ്റ് വിൽ ബിക്കം എ ലിക്വിഡ്. ദെൻ എങ്ങനെയാണ് അപ്പോൾ എനർജി കിട്ടിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് അതിൻ്റെ സ്ഥലത്ത് നിന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ അല്ലേ. ഈ എനർജി എന്തിനാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? എന്തിനാണ് നമുക്ക് എനർജി കൊടുക്കേണ്ടി വരുന്നത്? ഒരു സോളിഡ് എന്താ വെറുതെ വയ്ക്കുമ്പം അത് മെൽറ്റ് ചെയ്ത് പോകാത്ത അല്ലെങ്കിൽ അത് ലിക്വിഡായി പോകാത്തത്? ബിക്കോസ് ആസ് യു സെഡ് സോളിഡ് ഹാവ് ദേ ആർ ക്ലോസ്ലി പാക്ഡ്. സോ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് വെരി സ്ട്രോങ്. അതിൻ്റെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ സോളിഡ് ലിക്വിഡ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷന് പുറത്തേക്ക് കിടക്കണം, അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യണം. ദേ ഹാവ് ടു എസ്കേപ്പ് ഫ്രം ദ വെരി സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അങ്ങനെ എസ്കേപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എനർജി വേണം. അപ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ മോളിക്യൂൾസിന് ആ എനർജി കിട്ടും. എന്തിനുള്ള എനർജി? ടു എസ്കേപ്പ് ഫ്രം ദി ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ചാടിപ്പുറത്തേക്ക് പോകും. അപ്പോൾ അതിന് മൂവ് ചെയ്യാൻ പറ്റും. കുറച്ച് മൂവ് ചെയ്യാൻ പറ്റുമ്പോൾ അതെന്താവും? ലിക്വിഡ് ആവും. അണ്ടർസ്റ്റുഡ്? അപ്പോൾ സോളിഡ് ലിക്വിഡ് ആവും. അപ്പോൾ സോളിഡ് എന്തുകൊണ്ടാണ് ലിക്വിഡ് ആവുന്നത്? ബിക്കോസ് വെൻ യു ഹീറ്റ് ദേ ആർ ഗെറ്റിംഗ് ഹയർ എനർജി. ദെൻ എനർജി കൂടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ എസ്കേപ്പ് ഫ്രം ദി ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആൻഡ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ദേ ബിക്കം ലിക്വിഡ്. പിന്നെയും നമ്മൾ ഹീറ്റ് ചെയ്താലോ? പിന്നെ ഹീറ്റ് ചെയ്ത് ഇപ്പോൾ കുറച്ചൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതിൻ്റെ എനർജി പിന്നെയും കൂടും അല്ലേ. പിന്നെയും കൂടിയിട്ട് അത് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ കുറച്ചുണ്ടായിരുന്ന ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റി. ദേ ആർ വെരി ഫ്രീ ടു മൂവ്. ദേ ബിക്കം gases.
അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ഗ്യാസിനെ തിരിച്ച് ലിക്വിഡ് ആക്കണമെങ്കിലോ, ഗ്യാസിനെ തിരിച്ച് ലിക്വിഡ് ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കാം. സോളിഡ് നമ്മൾ കുത്തി നിറച്ചൊരു സിലിണ്ടർ, ഒരു നമ്മുടെ ഇതുണ്ടല്ലോ സിറിഞ്ചിലേക്ക് കുത്തി നിറയ്ക്കുക. എന്നിട്ട് അങ്ങനെ ഞെക്കി നോക്കി നല്ല ശക്തിയായിട്ട് നിറയ്ക്കണം. എന്നിട്ട് അതിൻ്റെ പിസ്റ്റൺ ഒന്ന് അമർത്തി നോക്കിക്കേ, നമുക്ക് അമർത്താൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ദ സോളിഡ്സ് ആർ വെരി ക്ലോസ്ലി പാക്ഡ്. അതിനകത്താണ് ഇനി സോളിഡ് ഇനി അടുത്തേക്ക് വരാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? വി കനോട്ട് കംപ്രസ് സോളിഡ്സ്. കാരണം ഇപ്പോൾ ഓൾറെഡി തന്നെ അവർ വളരെ അടുത്തായിരിക്കുന്നത്. അങ്ങനെ അടുത്തിരിക്കുന്നതിന് ഇനിയും നമുക്ക് അടുത്തേക്ക് വരുത്താൻ പറ്റില്ല. സോ ദേ ആർ വെരി ക്ലോസ്ലി പാക്ഡ്, സോ ദേ കനോട്ട് ബി കംപ്രസ്ഡ്. ലിക്വിഡ്സ് ആണെങ്കിലോ നമുക്ക് ഒന്നിച്ചിരി നോക്കാൻ പറ്റും, കുറച്ച് മോളിക്യൂൾസിന് അടുത്ത് വരാൻ പറ്റും അല്ലേ. ദാറ്റ് മീൻസ് ലിക്വിഡ്സ് ക്യാൻ ബി കംപ്രസ്ഡ്. വെറുതെ ഗ്യാസ് ആണെങ്കിലോ നിങ്ങളിത് വെറുതെ ഒരു പിസ്റ്റൺ എടുത്ത് ഈ വശം അടച്ചു വെച്ചിട്ടൊന്ന് അടച്ച് പകുതി മുക്കാലും അത് അങ്ങോട്ട് പോകും. കാരണം എന്താ? ദ മോളിക്യൂൾസ് ആർ വെരി ഫാർ അവേ, ദേ ക്യാൻ കം ക്ലോസർ. ദെൻ അപ്പോൾ ക്ലോസ് ചെയ്യാൻ പറ്റും, അടുത്തേക്ക് വരാൻ പറ്റും. ദേ ആർ കംപ്രസിബിൾ. സോ ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ. ലിക്വിഡ്സ് ആർ to a little bit they are compressible, but solids are not at all compressible. They cannot compress at all. അങ്ങനെ ഗ്യാസസ് നമുക്ക് കംപ്രസ് ചെയ്ത് കൊണ്ടുവന്നാൽ, പ്രഷർ അപ്ലൈ ചെയ്ത് ടെമ്പറേച്ചർ കുറച്ചൊക്കെ കംപ്രസ് ചെയ്ത് മോളിക്യൂളിന് അടുത്തേക്ക് കൊണ്ടുവന്നാൽ അതെന്താകും? ലിക്വിഡ് ആകും. അങ്ങനെ കംപ്രസ് ചെയ്തിട്ട് ഇപ്പം നാച്ചുറൽ ഗ്യാസിനെ പ്രഷർ അപ്ലൈ ചെയ്ത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് CNG ആക്കി we are using it as a fuel. So compressed natural gas, CNG, what is that? It is the natural gas. The main constant of natural gas is methane. അതിനെ നമ്മൾ കംപ്രസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു? ലിക്വിഡ് ആക്കി സിലിണ്ടറിൽ നിറയ്ക്കും. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് എന്ത്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഇല്ലേ, നമ്മുടെ വീട്ടിൽ സിലിണ്ടറിൽ കത്തിക്കുന്നത്. അതും ഇതേപോലെ പെട്രോളിയം ഗ്യാസ്, ദ മെയിൻ കോൺസ്റ്റന്റ് ഈസ് ബ്യൂട്ടൈൻ എന്ന് പറയുന്ന ആ ഗ്യാസിനെ ഇതേപോലെ പ്രഷർ അപ്ലൈ ചെയ്ത് ടെമ്പറേച്ചർ കുറച്ച് ലിക്വിഡാക്കി, പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ അടുത്തടുത്ത് മോളിക്യൂൾ വന്ന് ലിക്വിഡാക്കി അതിനെ ലിക്വിഡ് ആക്കിയതിന് ശേഷം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPG അതാണ് നമുക്ക് വീട്ടിലേക്ക് കത്തിക്കാൻ തരുന്നത്. ദ മെയിൻ കോൺസ്റ്റന്റ് ഓഫ് LPG ഈസ് ബ്യൂട്ടൈൻ. നാച്ചുറൽ ഗ്യാസിൻ്റെ മെയിൻ കോൺസ്റ്റന്റ് ഏതാണ്? മീഥൈൻ. ഇതൊക്കെ നമുക്ക് ഫ്യൂൽസ് ആയിട്ട് തരുന്നത്. അതുകൊണ്ടാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്യാസ് സിലിണ്ടറിൽ ഇത് ഫില്ല് ചെയ്യുന്നത്. ഗ്യാസ് സിലിണ്ടർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റീൽ വിച്ച് ഈസ് വെരി ഹാർഡ്. നല്ല ഹാർഡാണ്, ഭയങ്കര പെട്ടെന്നൊന്നും ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയൊന്നുമില്ല. അതിനകത്ത് എന്തുകൊണ്ട് ഫില്ല് ചെയ്തു? ഇത് ഗ്യാസിനെ കംപ്രസ് ചെയ്ത് വെച്ചാണ്. ഒന്ന് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോവും അല്ലേ. അപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിക്കൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഗ്യാസ് സിലിണ്ടറിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? സോ ഇറ്റ് ഈസ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. So gases are compressible, liquids are a little bit compressible, whereas solids are not at all compressible. അപ്പോൾ ഒരു ഡിഫറൻസും കൂടെ നമുക്ക് അവിടെയായി അല്ലേ. അപ്പോൾ between the solids there is very strong intermolecular force of attraction. Between liquids there is not so, but a little bit weaker intermolecular force of attraction, whereas in gases the force of attraction is very weak. In solids, the molecules are very closely packed, so they are incompressible. Whereas in liquids, the molecules are a little bit far, they are compressible. Whereas in gases, the gases are highly compressible, so they can be compressed, and the force of attraction is very weak. ഇനി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്, അതിനെ നല്ല അസലായിട്ട് പ്രഷർ അപ്ലൈ ചെയ്ത് ടെമ്പറേച്ചറൊക്കെ കുറച്ച് കഴിഞ്ഞാൽ it becomes solid. That is called a solid carbon dioxide, or it is also called a dry ice. It is solid carbon dioxide. ഈ solid carbon dioxide നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ it will not go to liquid state. Directly it goes to gaseous state. Solid carbon. Okay. So solid carbon dioxide is called a dry ice. Solid carbon dioxide, if you keep it open, it directly goes to gaseous state. There is no liquid state in between. What is that change called? Directly a solid is converted to gaseous phase. That is called a sublimation. So solid carbon dioxide sublimates. It directly go to gaseous state without any liquid state in between. So
it undergoes sublimation. That is why it is called dry ice. സാധാരണ ഐസ് നമ്മൾ തുറന്ന് നമ്മുടെ കയ്യിൽ വെച്ചാൽ എന്ത് പറ്റും? It melts and it goes to liquid state. Then our hand will become wet, isn't it? But dry ice, you keep it on your hand, it will directly go to gaseous state. Your hand will not become wet because there is no liquid state at all. It directly goes to gaseous state. That is why it is called dry ice. It sublimes. Can you tell me any other substance which is sublime? Yes, camphor. Kappuram, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന camphor. It sublimes, isn't it? You keep it open or keep it open for some time. നമ്മൾ കർപ്പൂരമൊക്കെ പാത്രത്തിൽ ഇട്ട് വെച്ച് കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്ത് പറ്റും? അത് മെലിഞ്ഞു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത്തിരി ചെറുതായി പോയിട്ടുണ്ടാവും അല്ലേ? എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് സബ്ലൈംസ്. നമ്മൾ വീട്ടിൽ നല്ല മണം കിട്ടാൻ നാഫ്തലൈൻ ബോൾസ്, കൂറമുട്ടായി എന്ന് പറയുന്ന സാധനം തുണിയുടെ ഒക്കെ ഇടയ്ക്ക് വെക്കും പാറ്റ വരാതിരിക്കാൻ. അതും എന്താണ്? ദാറ്റ് ഓൾസോ സബ്ലൈം. കുറേ കാലം കഴിഞ്ഞ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് കുഞ്ഞായിട്ടുണ്ടാവും. എവിടെയും ലിക്വിഡ് സ്റ്റേറ്റ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? ബട്ട് that became very small. Why it is small? Because it's sublimed. It changed from solid to gaseous state. So that is called as sublimation. അങ്ങനെയാണെങ്കിൽ solid to liquid എന്ന് പറയും നമ്മൾ. Solid substance to liquid. What you call them? It is called melting. Solid to liquid is called melting. അങ്ങനെയാണെങ്കിൽ liquid to solid തിരിച്ച് liquid to solid, what you call? It is called freezing. Freezing. Now, liquid to vapor. നമ്മൾ എന്ത് പറയും? Liquid to vapor, evaporation. Evaporation. Liquid to vapor, that is gaseous phase. You call it as evaporation. Vapor to liquid, what you call? It is condensation. It is condensation. So solid to liquid is melting, liquid to solid is freezing, liquid to vapor is evaporation, and then vapor to liquid is condensation. So these are the different phase changes. So you can change from solid to liquid, liquid to vapor, solid to vapor. All these phase changes are possible if you change the pressure or temperature, or both pressure and temperature. You can change the state of the substance. You can change from നമുക്കറിയാം വെള്ളത്തിൽ നമ്മൾ ഐസ് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് തണുപ്പിച്ചാൽ അതെന്തായി? ഫ്രീസ് ചെയ്യുന്ന ഐസായി. അതിനെ കൊണ്ട് തുറന്ന് വെച്ചൊന്ന് ചൂടാക്കിയാൽ അത് വീണ്ടും ലിക്വിഡായി അല്ലേ? അതേപോലെ വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം വാട്ടർ വേപ്പർ. യു കൂൾ ഇറ്റ് ബാക്ക്, യു വിൽ ഗെറ്റ് വാട്ടർ കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇങ്ങനെ വി ക്യാൻ കൺവേർട്ട് വൺ ചേഞ്ച് സബ്സ്റ്റൻസ് ടു another substance by increasing temperature or pressure or decreasing pressure or temperature. You can change from one phase to other. These are the three states of matter. Okay.